നമുക്ക് ചില Q3 റിസൾട്ടുകൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ Q3 റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ടാറ്റ കൺസ്യൂമേഴ്സ് നോക്കുകയാണെങ്കിൽ 15 മുതൽ 16% വരെ ഇയർലി ബേസിസിൽ ഒരു അപ്പ് മൂവ്മെന്റ് ആണ് ടാറ്റ കൺസ്യൂമേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5112 കോടി രൂപയാണ്. ആദ്യമായിട്ടാണ് ഈ ടാറ്റ കൺസ്യൂമേഴ്സ് 5000 കോടി എന്ന ഒരു മാർക്ക് കടക്കുന്നതും. എന്തായാലും 9 മാസത്തെ റവന്യൂ നോക്കുകയാണെങ്കിൽ 15,000 കോടി, അതായത് 14% ഇയർലി ഉള്ള വരുമാനമാണ് ഇത് കാണിക്കുന്നത്. എന്തായാലും ടാറ്റ കൺസ്യൂമറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് വിഷ്ണു എന്ന് പറയുമോ? ടാറ്റ കൺസ്യൂമറിനെ കുറിച്ച് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2% ഒരു ഓഹരിയിൽ കാണുന്നുണ്ട്. ഏതായാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞൊരു 3 മാസം നമ്മൾ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഹയർ ലെവൽസിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയുടെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഓഹരിയിൽ നിലവിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ഓഹരി എടുത്ത് പറയേണ്ടത് ഏതായാലും ഒരു നേട്ടത്തിനെ തുടർന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഹെൽത്തി ആയിട്ട് ഈ ഒരു മാസം നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു ഡെയിലി ചാർട്ടൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിലുള്ളത് നിലവിൽ 1085 എന്നുള്ളതാണ് ഒരു സപ്പോർട്ടായിട്ട് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ഓഹരിയിലോട്ട് വരുമ്പോൾ 1058 എന്നൊരു ലെവലും അടുത്തൊരു സപ്പോർട്ടായി പറയാവുന്നതാണ്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓഹരിയിൽ പഠനത്തിന് ശേഷം നിക്ഷേപിക്കാവുന്നതാണ്.